Chitra Women's Academy. Your first step to a successful career starts here. Medical lab technology, pharmacy assistant, nursing assistant, hospital administration, pre-primary TTC. Chitra Women's Academy, SMB Junction, Shornur, opposite private bus stand, Patambi. കേരള NGO യൂണിയൻ ഒറ്റപ്പാലം ഏരിയ മേഖലാ മാർച്ചും ധർണയും നടത്തി. ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാവുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തുക, PFRDA നിയമം പിൻവലിക്കുക, NPS UPS പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, കുടിശ്ശിക ക്ഷാമബത്ത അനുവദിക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ അണിനിരക്കുക, വർഗീയതയെ ചെറുക്കുക, വിലക്കയറ്റം തടയുക എന്നീ 8 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള NGO യൂണിയൻ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ കോംപ്ലക്സ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം മുനിസിപ്പൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M രഞ്ജിനി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിനോടുള്ള വിവേചനം അവസാനിപ്പിക്കുക, കേരള സർക്കാരിന്റെ ജനകീയ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക. യഥാർത്ഥത്തിൽ ഇതൊക്കെ എന്താണ് ബദൽ സംവിധാനം? എന്താണ് ജനദ്രോഹ നടപടികൾ? സംസ്ഥാനത്തിനെ ഇരുട്ടിലാക്കുന്ന ജനദ്രോഹ നടപടികൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഒരു നിമിഷമെങ്കിലും നിന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എങ്ങനെയായിരുന്നു ഈ രാജ്യം നിലനിന്നിരുന്നത്? ഒരൊറ്റ രാജ്യം എന്നൊരു സങ്കല്പത്തിലേക്ക് നാം എത്തിയത് എപ്പോഴെന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കണം. ഒത്തിരി പിറകിലോട്ടൊന്നും അല്ല ആ കാലങ്ങൾ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 552ഓളം നാട്ടുരാജ്യങ്ങളായി കിടന്നിരുന്ന ഇന്ത്യ, വൈവിധ്യങ്ങളുടെ നാടായിട്ടുള്ള ഇന്ത്യ, വിവിധതരം ഭാഷകൾ സംസാരിക്കുന്നവർ, വിവിധതരം ഭക്ഷണം കഴിക്കുന്നവർ, വിവിധതരം വസ്ത്രം ധരിക്കുന്നവർ, വിവിധ ഭൂപ്രദേശങ്ങൾ, വിവിധങ്ങളായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്ന് നാനാത്വത്തിൽ ഏകത്വം എന്ന രീതിയിലേക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു നാട്. ആ നാടിന്റെ സാഹചര്യം ഇന്നെന്താണ്? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് G ജിഷ സ്വാഗതവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MB സുജേഷ് നന്ദിയും പറഞ്ഞു.